ഒടുവിലിതാ PV അൻവർ വിജയത്തിനരികിലേക്ക്. നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവവികാസം. MR അജിത് കുമാർ എന്ന് പറയുന്ന ADGPക്കെതിരെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്വേഷണത്തിന് ചുമതല നൽകുന്ന യോഗേഷ് ഗുപ്തയാണ് എന്ന് നമുക്കറിയാം. അന്വേഷണം ഇനിയും പുരോഗമിക്കട്ടെ. അപ്പം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു PV അൻവർ പറഞ്ഞിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രധാനമായി അദ്ദേഹം ഉയർത്തുന്നൊരു ആവശ്യം, ഈ പറയുന്ന MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം നടത്തുന്നതായിരിക്കും നല്ലത്. കാരണം അതിന് അദ്ദേഹം ഉയർത്തുന്ന ചില കാരണങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് നോക്കിയാൽ, അതായത് ADGP നിയമപരമല്ലാത്ത ഒരു സമാന്തര അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് PV അൻവർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം. ആ സമാന്തര അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ PV അൻവർ ഇത്തരത്തിൽ വിവാദങ്ങൾ അല്ല ആരോപണങ്ങൾ ADGPക്കെതിരെ ഉന്നയിക്കാനും SP സുജിത് ദാസിനെതിരെ ഉന്നയിക്കാനും ഒക്കെ എന്താണ് കാരണങ്ങൾ? ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ PV അൻവറിന് പോലീസിൽ നിന്ന് ആരാണ് നൽകുന്നത്? അപ്പം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പറയുന്ന ഫോൺ രേഖകൾ ചോർത്തി നൽകുക, ഈ പറയുന്ന ഡാൻസ് ഓഫ് ടീമിനെ വിന്യസിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സാധനങ്ങളൊക്കെ ചോർത്തി നൽകുന്നതാണ്. മരമുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ എങ്ങനെ മനസ്സിലാകുന്നു അല്ലെങ്കിൽ ആരാണ് ഇതെല്ലാം ചോർത്തി നൽകുന്നത്? ഇങ്ങനെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ ADGP MR അജിത് കുമാർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായും നിയമവിരുദ്ധമായ അന്വേഷണ രീതിയാണ്. അപ്പോൾ അത്തരം നിയമവിരുദ്ധമായ ഒരു അന്വേഷണ രീതിയിൽ നിന്നും MR അജിത് കുമാറിനെ തടയിടാൻ വേണ്ടി അദ്ദേഹത്തെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് വിജിലൻസ് അന്വേഷണം പുരോഗമിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ PV അൻവർ ഉയർത്തുന്ന ഒരാവശ്യം. അപ്പോൾ എന്തൊക്കെയാണ് ശരിക്കും ഈ ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്ന് നോക്കാം. അതിന് പറയുന്ന കാര്യം, ഇവരുടെ ഒരു ക്യാമ്പിൽ നിന്ന് മരങ്ങൾ മുറിച്ച്, സർക്കാർ ഉടമസ്ഥതയിലുള്ള മരങ്ങൾ മുറിച്ച് കടത്താൻ ശ്രമിച്ചു. അത് ഒരു ഒരെണ്ണമാണ്. ഇത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു. ഇങ്ങനെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചത്, അങ്ങനെ അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തുകൾ ഡാൻസ് ഓഫ് ടീമിനെ വിന്യസിച്ചുകൊണ്ട് അവിടെ പണം ഇവരുടെ കയ്യിൽ നിന്നും വസൂലാക്കാനും അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കാനും വേണ്ടി അനധികൃതമായി ഇവരിൽ ഈ പണം സമ്പാദിക്കുന്നു. ഡാൻസ് ഓഫ് ടീം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്നുള്ളതാണ് ഈ ഡാൻസ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാൻസ് ഓഫ് ടീമിനെ മഫ്റ്റിയിൽ ആ ഭാഗങ്ങളിൽ വിന്യസിച്ചുകൊണ്ട് ഈ സ്വർണ്ണക്കടത്തുകാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അതിലൂടെ കിട്ടുന്ന പണം ഇയാൾ സമ്പാദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുക. അതോടൊപ്പം കവടിയാർ സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രദേശം, പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ വരുന്ന അവിടുത്തെ കൊട്ടാരം സഹിതം ഇരിക്കുന്നതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്ത് വീട് കെട്ടാനുള്ള, അതും ഒരു വലിയൊരു വീട് കെട്ടി പൊക്കാനുള്ള ഒരു ഏകദേശം 1.5 കോടിയാണ് എസ്റ്റിമേറ്റ് എങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് ചിലവുകൾ വരാൻ സാധ്യതയുള്ളൊരു വീട് ഉണ്ടാക്കുക. അതുമാത്രമല്ല, പോലീസിൻ്റെ വയർലെസ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ അത് ഗ്രിഡ് ഹാക്ക് ചെയ്തു എന്നാലോചിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ മാധ്യമം, ആ ഓൺലൈൻ മാധ്യമം ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഉടമയെ ആരോപണം ഉന്നയിച്ച് ഭീഷണിപ്പെടുത്തുക, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുക. ഒടുവിൽ ആ കേസിൽ ഇദ്ദേഹം ഈ മറുനാടൻ ഷാജിൻ സ്കറിയ കൊണ്ടുവന്ന് പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന ഓരോ മൂവ്മെൻറ്റും കൃത്യമായി ഷാജിൻ സ്കറിയയെ അറിയിക്കുക. അപ്പോൾ തുടങ്ങി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എല്ലാം വേണ്ടിയിട്ട് കൈക്കൂലിയൊക്കെ അനധികൃതമായി വാങ്ങിക്കൊണ്ട് ഒരു മുന്നേറ്റം നടത്തി എന്നുള്ളതാണ് ഇവർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഈ പറയുന്ന ADGP കാണിക്കുന്ന തോന്നിയാസങ്ങൾക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയാണ് എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് തെളിയുന്ന തരത്തിലാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ അന്വേഷണങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ഷെയ്ഖ് സർവേസ് സാഹിബ് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുപ്പെല്ലാം കഴിഞ്ഞു. മൊഴിയെടുത്തതിന് ശേഷം വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് വേണ്ടി അതിന് കേസ് അന്വേഷിക്കാൻ വേണ്ടി ശുപാർശ ചെയ്തു. കാര്യം അത്രത്തോളം കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാളാണ് ഈ പറയുന്ന MR അജിത് കുമാർ. അതോടൊപ്പം തന്നെ സുജിത് ദാസ് എന്ന് പറയുന്ന SP. ഇവർ രണ്ടുപേർക്കുമെതിരെ എത്രയും പെട്ടെന്ന് ഒരു അന്വേഷണം നടക്കണമെന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കുറ്റകൃത്യം നടത്തുകയും ഇതിനെ മറയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം RSS നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും അതെന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. കേരളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടി ഒരു കേന്ദ്ര ഡെപ്യൂട്ടേഷൻ എടുത്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിച്ചു പോരുന്നതിന് വേണ്ടിയിട്ടാണ്, ഇനി ശിഷ്ടകാലം അങ്ങനെ ജീവിക്കാം എന്ന് കരുതിയിട്ടാണ് MR അജിത് കുമാർ ഈ പറയുന്ന RSS പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വ്യക്തം.
കാര്യം ഇങ്ങനെ ഒരു കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കിട്ടണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി കനിയണം. അത് കനിയേണ്ടത് അമിത്ഷായാണ്. അപ്പോൾ അമിത്ഷാ കനിയണമെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രമുഖരുമായ കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയിലൂടെ ഒരു ഫലമുണ്ടാക്കിയെടുക്കുകയും വേണം. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു സർക്കാരിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പിലാക്കാനും തൻ്റെ പേരെ ഉയർന്നേക്കാവുന്ന കേസുകളെ ഒതുക്കുന്നതിനും വേണ്ടിയിട്ട് BJP പോലെ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സംഘപരിവാർ സംഘടനയുടെ മേധാവികളെ പലയിടങ്ങളിലായി തൃശ്ശൂരും കോവളത്തുമൊക്കെ വെച്ചായി കാണുകയും കൂടിക്കാഴ്ച നടത്തി അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിയമപരമായി തെറ്റല്ലേ? ഇത് സർക്കാരിനുണ്ടാക്കുന്ന ക്ഷീണം എത്രത്തോളം വലുതാണ് എന്നുള്ളതും കൂടെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരം കലക്കിയത് സർക്കാരിൻ്റെ നിർദ്ദേശത്തോടു കൂടിയാണ്. അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിലും മകൾ വീണ വിജയന്റെ പേരിലും നിലനിൽക്കുന്ന മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ചർച്ചകൾ പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ വാസ്തവം മറ്റൊന്നായിരിക്കെ സർക്കാരിന് പേരുദോഷം കേൾപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ ADGP MR അജിത് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാ വഴിയും വരുന്നിട്ട് കൊടുക്കുകയും MR അജിത് കുമാറിനെ സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള CMന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയാണ് എന്നുള്ള കാര്യവും PV അൻവർ പുറത്തു പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് PV അൻവർ നിരന്തരമായ ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് MB ഗോവിന്ദൻ എന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എഴുതിയ ഒരു പരാതി എനിക്ക് കിട്ടിയാൽ അദ്ദേഹത്തിനെതിരെ, അതായത് P ശശിക്കെതിരെ ആക്ഷൻ എടുക്കാം, ഒരു പാർട്ടി ഒരു നടപടി എടുക്കും എന്നുള്ള കാര്യം ഉറപ്പു നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി PV അൻവർ ഉടൻ തന്നെ ഒരു പ്രത്യേക ദൂതൻ വശം ഈ P ശശിക്കെതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ കൊള്ളരുതായ്മകളെക്കുറിച്ചും വിശദമായി എഴുതി തയ്യാറാക്കിക്കൊണ്ട് ഒരു കത്ത് അല്ലെങ്കിൽ ഒരു പരാതി MB ഗോവിന്ദന് കൈമാറുകയും ചെയ്തതായിട്ടാണ് പുതിയ വാർത്തകൾ വരുന്നത്. അപ്പോൾ അതായത് കേരളത്തിൽ ഒരു ആഭ്യന്തര വകുപ്പിൽ തന്നെ ഒരു വലിയ തോതിലുള്ള ഒരു ശുദ്ധികലശത്തിനാണ് PV അൻവർ തുടക്കമിട്ടിരിക്കുന്നത്. ഇതിൽ PV അൻവർ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്തെല്ലാം വാസ്തവമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം കവടിയാർ കൊട്ടാരത്തിൻ്റെ കാര്യം പറഞ്ഞു. കവടിയാർ കൊട്ടാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള നിർമ്മിതിയും അനുവദിക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ പോലും തൻ്റെ സ്വാധീനം, അധികാര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, അത് ഉപയോഗിച്ചു എന്ന് പറയാൻ പറ്റില്ല, ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അവിടെ ഒരു കെട്ടിടത്തിനുള്ള അനുമതി നേടിയെടുക്കുകയും ചെയ്തു. വലിയൊരു മണിമന്ദിരം തന്നെ അവിടെ പണിയുകയും ചെയ്തു. അപ്പം ഈ രീതിയിൽ എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് പണം എന്നുള്ളതിന് ഏകദേശം 1.5 കോടി രൂപ എങ്ങാണ്ട് ഒരു ബാങ്ക് വായ്പ എടുത്തിട്ടുണ്ട്. ബാക്കി തുക എവിടെ നിന്നാണ്? ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വേണ്ടി. അപ്പം ഇതിൻ്റെ എല്ലാ കള്ളക്കളികൾ പുറത്തു വരുന്ന തരത്തിലായിരിക്കും ഈ പറയുന്ന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം എന്നുള്ള കാര്യം തീർച്ചയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം കാരണം ADGP MR അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെ സ്വന്തം തെറ്റുകൾ മറച്ചു പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അങ്ങനെ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് RJD അടക്കമുള്ള CPI അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് LDFന്റെ ഘടകകക്ഷികളെല്ലാം ഈ ഒരു തീരുമാനത്തിൽ, അല്ലെ ADGPയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ P ശശിയെ പാർട്ടി സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ എല്ലാം അതിശക്തമായ ആ ഒരു എതിർപ്പ് ഈ ഘടകകക്ഷികൾ എല്ലാവരും തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നാലും സർക്കാരിന് മുഖം രക്ഷിച്ചേ മതിയാകും. അങ്ങനെ വരുമ്പോൾ അന്വേഷണം ഈ പറയുന്ന പോലെ യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിജിലൻസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇത് P ശശി പൂഴ്ത്തി വെച്ചില്ല എങ്കിൽ ഇത് പുറത്തു വരും. ഇത് മുഖ്യമന്ത്രിയുടെ കൈകളിലെത്തും. അങ്ങനെ കൈകളിലെത്തിയാൽ തീർച്ചയായും കൃത്യമായ ഒരു നടപടി ADGP MR അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.